ചെന്നൈയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട് എന്നൊരു വിവരം വരുന്നുണ്ട്. രാജ്യത്തുണ്ടായ ചുമമരുന്ന് ദുരന്തം, അതിന് കാരണമായ കോൾഡ്രിഫ് കഫ് സിറപ്പ്, അതിന് നിർമ്മാതാക്കളായ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് ഡ്രഗ് കൺട്രോൾസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. കെ ശ്രീധരൻ വിവരങ്ങളുമായി ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീധരൻ, ഏതെല്ലാം കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ മുതൽ ഇഡിയുടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ ചുമമരുന്ന് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി കുട്ടികൾ മരിച്ച സംഭവത്തിൽ അതിനുമായി ബന്ധപ്പെട്ട് PMLA കേസ് എടുത്താണ് ഇഡി പരിശോധന നടത്തുന്നത്. ഏതായാലും 7 ഇടങ്ങളിൽ ചെന്നൈയിൽ നഗരത്തിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കലിന്റെ ഓഫീസ്, ഫാക്ടറി, അതുപോലെ തന്നെ ഇതിന്റെ ഉടമയായിട്ടുള്ള രംഗനാഥൻ എന്നിവരുടെ വസതികളിലും തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലും മറ്റുമാണ് പരിശോധന നടക്കുന്നത്. ഈ നേരത്തെ 3 ഡ്രഗ് കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരെ തമിഴ്നാട് സർക്കാർ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ മതിയായിട്ടുള്ള പരിശോധന, ഗുണനിലവാര പരിശോധന നടത്തിയില്ല എന്ന് പറഞ്ഞായിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്തത്. ഈ ഉദ്യോഗസ്ഥരുടെ വീടുകളിലൊക്കെയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മധ്യപ്രദേശ് പോലീസ് ഇതിന്റെ ഉടമയെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി ചോദ്യം ചെയ്യുന്നതിനായി മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാഞ്ചീപുരത്തെ ഫാക്ടറിയിൽ വിശദമായിട്ടുള്ള പരിശോധനകളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നു വരികയാണ്. ഏതായാലും ഇതിന്റെയൊക്കെ പിന്നാലെയാണ് ഇഡി കൂടി ഈ കേസിൽ പരിശോധനകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്.